ലൈഫ് ഓഫ് ട്രാവൽ ഡേയ്സ് ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ഫാഷൻ ഹബ്ബായിട്ടുള്ള ഹിബ കളക്ഷൻസിലാണ്. വെഡ്ഡിംഗ് ആൻഡ് പാർട്ടിവെയർ ഡ്രസ്സുകൾ ലഭിക്കുന്ന മിഠായി തെരുവിലെ കോയിൻകോ ബസാർ റോഡിലുള്ള ഹിബ കളക്ഷൻസിലെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നിങ്ങൾക്കിവിടെ ലഭിക്കുന്നു ഷിഫോൺ, ജോർജറ്റ്, ഷിമ്മർ, ഓർഗൻസ, കോട്ടൺ, ജൂട്ട്, മസ്ലിൻ, ഹാൻഡ്ലൂം, ബനാറസ്, ചന്ദേരി, ജയ്പൂർ തുടങ്ങിയ ഡ്രസ്സുകൾ. ഹലോ ഗായ്സ്, നമസ്കാരം. ഹിബ ഫാഷൻ കോയിൻകോ ബസാർ കോഴിക്കോട്. നിങ്ങളെ നേരെഴുതിയ കോപ്പി പീസുകൾ, അതായത് വെഡ്ഡിങ് ഐറ്റമാണ് കൂടുതൽ നിങ്ങൾ താഴത്തേക്ക് ഇത്രയും ബോർഡർ വർക്ക്, ബാക്ക് സൈഡിലും അതേമാതിരി വർക്ക് ഫ്രണ്ട് ബാക്ക് ഒരുപോലെ. ബാക്ക് സൈഡിൽ കുറച്ച് വർക്ക് കുറയും. നമ്മൾ ആ ബഡ്ജറ്റ് റേറ്റിൽ കൊടുക്കുന്ന സമയത്ത് ഇതേ വർക്ക് ബാക്ക് സൈഡും കൂടി വരുന്ന വലിയ എമൗണ്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഏകദേശം ഈ റേറ്റിലൊക്കെ ഏകദേശം 5,000 ആ റേഞ്ചിലേക്ക് 4,000 റേഞ്ചിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്. സാധാരണ ഇങ്ങനത്തെ ഒരു ഐറ്റം വെഡ്ഡിംഗ് പർപ്പസ് എന്ന് പറയുന്നത് എന്തായാലും ഒരു 14,000 15,000 ആ റേഞ്ചിലേക്ക് വരുന്നതാണ് വലിയ വലിയ ഷോപ്പുകളിൽ. ഇതിന്റെ എമൗണ്ട് എത്ര വരുന്നത്? ഇത് ഏകദേശം അതിന്റെ ഹാഫ് പ്രൈസ് 5,000 സംതിങ് വരുന്നു. 5,000 അല്ലേ? ഇതിന്റെ വർക്ക് കുറച്ചുകൂടി കുറയാണെങ്കിൽ 4,000 റുപ്പീസിന്റെ വ്യത്യാസം. ഇതിപ്പോ ഫ്രണ്ടും ബാക്കിലും വർക്ക് ഉണ്ടോ? ഫ്രണ്ടിൽ ബാക്കിൽ വർക്ക് ഉണ്ട്, പക്ഷെ ബാക്കിൽ ഫ്രണ്ടിൽ എത്ര വർക്ക് ഉണ്ടാവില്ല. കുറച്ച് കുറവല്ലേ? ഇതിന്റെ പാന്റിലേക്കും വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ ദുപ്പട്ട, അതായത് 3 പീസ് സെറ്റ് ആണ്. ഇത് ഏകദേശം നേരത്തെ കാണിച്ച ഫസ്റ്റത്തെ സ്കാലപ്പ് വർക്കിന്റെ സ്റ്റോൺ വർക്ക് സൂം ചെയ്ത് കാണിച്ചാൽ മനസ്സിലാവും. ഫുൾ സ്റ്റോൺ വർക്ക് കൊടുത്തിരിക്കുന്നത്. അതും പാന്റിലും അതേമാതിരി സോഫ്റ്റ് കോട്ടൺ ഡിസൈനർ പീസ് മാത്രമല്ല. ഇത് ദുപ്പട്ട അതേമാതിരി തന്നെ കാശ്മീരി വർക്ക് വരുന്ന സാധനങ്ങൾ. കാശ്മീരി വർക്ക് അല്ലേ? കാശ്മീരി ഡിസൈൻ കാശ്മീരി ഡിസൈൻ. അതിപ്പോ അതിൽ സ്റ്റോൺ വർക്ക് ഒന്നും ഉണ്ടാവില്ല. ഇത് സ്റ്റോൺ സിമ്പിൾ ആയിട്ട്. ഇത് അതേമാതിരി തന്നെ ക്ലോത്ത് കുറച്ച് ഡിഫറെന്റ്. ഷിമ്മർ എന്ന് പറയും. ഷിമ്മർ ക്ലോത്ത് അല്ലേ? അതാണ് ഷിമ്മർ ക്ലോത്ത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഫംഗ്ഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്ലേസിംഗ് ഉണ്ട്. ആ ഗ്ലേസിംഗ് പക്ഷെ സിമ്പിൾ ആണ്. എന്തായാലും ഓവറായിട്ട് ഡിസൈനും കാര്യങ്ങളും സ്റ്റോൺ വർക്ക് ഒന്നും ഉണ്ടാവില്ല. സിമ്പിൾ ഡിസൈൻ ഷോൾ ഉണ്ടല്ലോ. ഇതാണ് ഷിമ്മറിൽ വരുന്നത്. ഷിമ്മറിൽ ഇങ്ങനത്തെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഷിമ്മർ അല്ലേ? ഇതൊക്കെ ഷിമ്മറിന്റെ റേറ്റ് ഒക്കെ ഏകദേശം 2 സംതിങ് 2,900 ആ റേഞ്ചിലേക്ക്. ഇത് നേരെ കോട്ടണിലേക്ക് വന്ന 1,500 ആ റേഞ്ചിലേക്ക്. ഞങ്ങൾക്ക് ഏകദേശം 500 റേഞ്ച് മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. റെഡിമെയ്ഡ്. ഇതാണ് ഇതിന്റെ പാന്റ്. പാർട്ടി വെയർ അല്ലേ? പാർട്ടി വെയർ. ഇത് ദുപ്പട്ട. സ്റ്റോൺ വർക്ക് ഉണ്ട് അടിയിലല്ലേ? ചെറിയതായിട്ടുള്ള സ്റ്റോൺ വർക്കാണ് ഷിമ്മറിൽ. അതുപോലെ തന്നെ ഈ ക്ലോത്തിന്റെ ഷിമ്മറിൽ കുറച്ചുകൂടി എന്താ പറയാ എടുത്ത് കാണിക്കുന്ന ഒരു എന്താ പറയാ ബ്രൈറ്റ്നെസ് കൂടും, ഷൈനിങ് കൂടും. ഗ്ലോസി ടൈപ്പ് ആണ്. ഇതാണ് അതിന്റെ ദുപ്പട്ട. ഇതൊക്കെ ഒറിജിനൽ പീസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 7,000 റേഞ്ച് വരെ ഉണ്ട്. ഞങ്ങളിത് കൊടുക്കുന്നതൊക്കെ 2,900 2,800 ആ റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഇതൊക്കെ ശരിക്കും വരുന്നത്. കൂടാതെ നേരത്തെ കാണിച്ച പോലെ സ്കാലപ്പ് വർക്ക്. നിങ്ങള് വരുന്ന എല്ലാ ക്ലോത്തിലും ഈ സ്കാലപ്പ് വർക്ക് ഉണ്ടോ? സ്കാലപ്പ് വർക്ക് ഒരുവിധം ക്ലോത്തിലാണ്. കാരണം ഇപ്പൊ പുതിയ ട്രെൻഡായി വന്നിട്ടല്ലോ. ഇതിൽ തന്നെ റെഡിമെയ്ഡ് ഐറ്റത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ഷറാറ എന്ന് പറയും. അത് 2,900 വരുന്ന ഐറ്റമാണ്. ഷറാറ അല്ലേ? കളർ ചേഞ്ച് ആണല്ലേ? കളർ ചേഞ്ചും അതിന്റെ അത്ര ഷിമ്മറിൽ തന്നെ കുറച്ച് അതിനെക്കാട് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞായിരിക്കും. ഇനി നമുക്ക് റെഡിമെയ്ഡിലേക്ക് പോകാം. റെഡിമെയ്ഡ് ഫുൾ ലെങ്ത് സ്റ്റോൺ വർക്ക് ഷിമ്മറിൽ വരും. ഇത് ഗൗൺ സ്റ്റൈലാണ്. ഷിമ്മർ ഗൗൺ സ്റ്റൈൽ. ഈ ഷിമ്മറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സാധാരണ ക്ലോത്തിൽ കുറച്ച് ഗ്ലൈസിംഗ് കൂടും. പാർട്ടി വെയർ ഇട്ടാൽ കാഴ്ചയിട്ടുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട പ്ലെയിൻ ആയിരിക്കും. ഇപ്പം ആദ്യത്തെ മാതിരി ഈ റെഡിമെയ്ഡിലൊക്കെ പല രീതിയിലാണ്. ദുപ്പട്ട പ്ലെയിൻ ആവശ്യമുള്ളവരുണ്ടാവും, പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഇതിൽ 5-6 കളർ നിർത്തുന്നില്ല. മോഡൽ കാണിച്ചോ?
അതിൻ്റെ കളേഴ്സാണ്. ഇത് നേരത്തെ കാണിച്ച ഷറാറിന്റെ വേറെ പതിപ്പ്. ഷറാറിന്റെ ഓക്കെ. ഇത് 4 സംതിങ് റേറ്റ് വരും. 4 സംതിങ് അല്ലേ? ഇത് ബാക്കിൽ വർക്കുള്ള. ഓക്കെ. ഇതൊരു പാൻറ്. പാൻറ് തുണിയാണോ? റെഡിമെയ്ഡോ? റെഡിമെയ്ഡോ? സ്റ്റിച്ചഡ് പാൻറ്റാണല്ലേ? ഞങ്ങളെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് ഏതാ മോഡൽ ഈ കാണിക്കുന്നത്? ഷറാറാണ്. ഷറാറ മോഡൽ. ഇത് ടോണല്ലേ? ക്ലോത്ത് പിടിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഫുൾ ജയ്പൂർ കോട്ടൺ. പ്ലെയിൻ ആയിട്ടില്ലല്ലേ? സ്റ്റോണൊന്നും ഉണ്ടാവില്ല. അതായത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഇത് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുമല്ലോ അല്ലേ? ജയ്പൂർ കോട്ടൺ അല്ലേ? ഇത് 2-3 കളറിലായിട്ടായിരുന്നു. കളർ ചേഞ്ച് ആണ്. കളർ ചേഞ്ച് അല്ലേ? അത്യാവശ്യം ഒരു ഫംഗ്ഷന്, ചെറിയ ഫംഗ്ഷനും അതൊരു റോയൽ ലുക്കുള്ള പീസാണ്. ഓക്കെ. അത് പ്യൂർ എന്താ ക്ലോത്ത് ഏതാണ്? സോഫ്റ്റ് കോട്ടൺ. സോഫ്റ്റ് കോട്ടൺ അല്ലേ? ഇത് കൂടുതലും ഫാൻസികളാണ് ഞങ്ങൾ ഇവിടെ. ഓക്കെ. ഡിസൈനർ സൂട്ട്. അതായത് കോട്ടൺ. കോട്ടൺ. ഇതും അത്യാവശ്യം ഒരു ഫംഗ്ഷനിലൊക്കെ ഇടാൻ പറ്റും. അതിപ്പോൾ എന്താ റേറ്റ് വരും ഇതിന്? ഇത് റേറ്റ് വരുന്നത് 2980. 2980. ജയ്പൂർ കോട്ടൻ്റെ റേറ്റ് എന്താ നിങ്ങൾ പറഞ്ഞത്? ജയ്പൂർ കോട്ടൺ റേറ്റ് 2690. രണ്ട് സെയിം റേറ്റാ? അതല്ല, 2990. ഓക്കെ. 29? അത് 2980. 2980. 2690. 2690. ഡ്രൈ വാഷിന്റെ ആവശ്യമില്ല. ഡ്രൈവ് ചെയ്യണ്ട. സാധാ വീട്ടിൽ നിന്ന് വാഷ് ചെയ്യും. നോർമൽ വാഷ് അല്ലേ? ഇതിലും സ്കാലപ്പ് ഷോളാണ്. ഇതിൽ തന്നെ പാർട്ടി വർക്ക് ആണ്. 2 സംതിങ് ആ റേറ്റിലേക്ക് ഏറ്റവും 2 സംതിങ് റേറ്റ് വരുന്നത്. അതായത് സ്റ്റോൺ വർക്ക് ഉണ്ടല്ലോ അല്ലേ? അത്യാവശ്യം ഒരു ഫംഗ്ഷനും കാര്യങ്ങളും വെറുതെ 5, 6, 7, 10 പൊട്ടിക്കണം. പൈസ പൊട്ടിക്കണം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് 2 സൈഡിലേക്ക് വർക്ക് വരുന്ന സമയത്ത് ഡബിൾ റേറ്റ് വരും. ഞങ്ങളിത് ബഡ്ജറ്റ് റേറ്റ് ആവുന്നതുകൊണ്ട് ഈ ഫ്രണ്ടിൽ മാത്രമേ വർക്കുള്ളൂ. ഫ്രണ്ട് വർക്കില്ല. ഇത്രയും സ്ലീവിലും കാര്യങ്ങളും വർക്കുള്ളൂ. സ്റ്റോൺ വർക്കാണല്ലേ? ഒറിജിനൽ പീസ് ചെയ്യുന്ന സമയത്ത് 2 സൈഡും വർക്ക് കൊടുക്കുമ്പോൾ വലിയ ഹെവി റേഞ്ച് വരും. അതുകൊണ്ടാണ് ഇത് ബഡ്ജറ്റ് റേറ്റിൽ കൊടുക്കാനും പറ്റുന്നത്. ഷിഫോൺ ജോർജറ്റിലും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ക്ലോത്ത് ഏത്? ജോർജറ്റ്. +18. 18+. ഇതാണ് അതിന് സ്കേർട്ട് വരും. സ്കേർട്ടല്ല, പലാസ്. ഇത് ഇതിപ്പോൾ റെഡിമെയ്ഡ് ആണോ അല്ലെങ്കിൽ മെറ്റീരിയൽ ആണോ? റെഡിമെയ്ഡ് അല്ല. ഇത് സ്ട്രഗ് വരും. ഇതിന്റെ മോഡലിന്റെ പേരെന്താ? ഒന്ന് പൊക്കി കാണിക്കും. ബട്ടർഫ്ലൈ അല്ലേ? ഇതൊക്കെ വരുന്ന പലാസോ പാൻറ്റുകളാണ്. പലാസോ പാൻറ്റുകൾ. പലാസോ എന്ന് പറഞ്ഞാൽ സാധാ പലാസോ, നല്ല രീതിയിലുള്ള പലാസോ. എൻ്റെ എമൗണ്ട് എത്ര വരുന്നത്? 3000 സംതിങ് അല്ലേ? 3690. പിന്നെ ഇതിൽ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷേ വർക്ക് കുറയും. പ്രത്യേകിച്ച് ഇത് പാർട്ടി വെയർ ആണ്. പാർട്ടി വെയർ അല്ലേ? കണ്ട സിൽക്ക് ആയിരിക്കും. ഷിമ്മർ ആണല്ലേ? ഇതിന് 4-5 കളറുണ്ട്. ഓക്കെ. ഇതിന്റെ മോഡലിന്റെ പേര് ഷിമ്മർ ആണല്ലേ? ഷിമ്മറിൽ റെഡിമെയ്ഡ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടായിരിക്കും. കാരണം ഷിമ്മർ ദുപ്പട്ട തന്നെ വരുന്നത്. അതുകൊണ്ട് എന്താ ഞാൻ പറഞ്ഞത്, സാധാ വാഷ്. ഇതിന് കളർ ചേഞ്ച് അടിക്കാം. ഇത് 3290 റേറ്റ് വരുന്നത്.
3290 റേറ്റ് ഇതിന്റെ ദുപ്പട്ട ഇതേ സെയിം എന്താണോ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് അതിനാണ് ദുപ്പട്ടയിൽ ഉണ്ടല്ലോ. ഇത് ഷിമ്മർ അല്ലാത്ത ഡിസൈൻ ആണെങ്കിൽ 280 വരുന്നത് 280. 280 24 ആ റേഞ്ച് ഓക്കെ ഓക്കെ. ഇതിൻ്റെ എമൗണ്ട് 2000 അല്ലേ? 3290 3290. ഷിമ്മറിൽ ജൂട്ട് മിക്സ് ജൂട്ട് മിക്സ്. അതായത് കുറച്ച് സ്റ്റിഫായി നിൽക്കുന്ന ഒരു ക്ലോത്ത് ആ ഇതിപ്പോ ഒരു പുതിയ ഒന്ന് റൈറ്റ് പുതിയ ക്ലോത്ത് മോഡലാണ്. ഇതിന്റെ എന്താ പറയാ നമ്മുടെ ഖാദി ഒരു ടച്ച് ഇല്ലേ ഇവിടെ? ആ ഓക്കെ. ആ ടച്ചിന്റെ റൈറ്റ് ഇത് ഫുള്ള് സ്റ്റോൺ വർക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ റേറ്റ് എന്താ വരുന്നത്? ഇതുവരെ 2390. 2390. ഇതിന്റെ കളർ ഇത് 4 കളറുണ്ട്. ഇപ്പൊ നേരത്തെ ഷിമ്മർ കുറച്ച് കാണിച്ചു. ആ ഷിമ്മറിൽ ഇതാണ് ഒറിജിനൽ ഷിമ്മർ. ഒറിജിനൽ ഷിമ്മർ. ഓക്കെ. ഈ ഒറിജിനൽ ഷിമ്മറിന്റെ റേറ്റ് 4000 4000 അല്ലേ? 3890. ഷിമ്മർ ഒറിജിനലും കോപ്പിയും വലിയ വ്യത്യാസം മനസ്സിലാവും. മനസ്സിലാവില്ല. ക്ലോത്തിലും ഞങ്ങളിവിടെ അതുകൊണ്ട് തന്നെയാണ് ഇത് ഹൈലൈറ്റ് ചെയ്യാൻ കാരണം. ഷിമ്മർ നേരെ മറിച്ച് ചെറിയ ലോ റേഞ്ച് ഒരു പീസ് ഞാൻ റെഡിമെയ്ഡ് കാണിച്ചു. അത് കുറച്ച് ലോ റേഞ്ചിലുള്ള സാധനം. അതിന്റെ ക്ലോത്ത് വളരെ വ്യത്യാസം. പക്ഷെ ഒരു മീഡിയം ആയിട്ടുള്ള സാധനമാണ് ഞങ്ങൾ ബഡ്ജറ്റ് റേറ്റിൽ നേരത്തെ കാണിച്ച റേറ്റിൽ ഇതിനിപ്പോൾ എമൗണ്ട് എത്ര വരും? ഇത് ഏകദേശം 3890. 3890. നമ്മൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും അത്യാവശ്യം ഓഫീസിൽ ഓക്കെ. പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബഡ്ജറ്റ് റേറ്റിലുള്ള സാധനം. ഒറിജിനൽ ജൂട്ട് അല്ലേ? ഇതാണ് ഓർഗൻസ മെറ്റീരിയൽ. ഓർഗൻസ മെറ്റീരിയൽ. കുറച്ച് അത്യാവശ്യം പാർട്ടി വെയർ ആണ്. പാർട്ടി വെയർ ആണോ? നോർമൽ ടൈപ്പ് അല്ലേ? ആ ഷോൾ അല്ലേ? ഒരു മിനിറ്റ്. റേറ്റ് 2980. ഓർഗൻസ് അല്ലേ? ഉണ്ട്. ആ ഓക്കെ. അത് മെഷീൻ പ്രിന്റ് അല്ലേ? ആ ട്രഡീഷണൽ ക്ലോത്ത് കോട്ടൺ. അത് ഷിമ്മറിലല്ലേ? ഷിമ്മറാണ് ഇപ്പൊ ആ ട്രെൻഡ് അല്ലേ? ഷിമ്മറിൽ ഫാബ്രിക് പ്രിന്റ് അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഓൺലി സിൽക്ക്. ആ സിൽക്ക് മാത്രമേ ഉള്ളൂ. $500 അല്ലേ? ഓൺലി 500. കോട്ടൺ മാത്രം അവിടെ ജയ്പൂർ കോട്ടൺ അല്ലേ? ആ ബഡ്ജറ്റ് റേറ്റ് ഇതെല്ലാത്തിനും വരുന്നത് 500. ഒരു ഇതെല്ലാം ജയ്പൂർ കോട്ടണ. ആ ജയ്പൂർ കോട്ടൻ്റെ ഒറിജിനൽ അല്ലേ? ആ ചുരിദാർ പീസ് അല്ലേ? ഒറിജിനൽ ജയ്പൂർ അല്ലേ? ഒറിജിനൽ ജയ്പൂർ. കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ആ ഉണ്ടാവും. നേരത്തെ കാണിച്ച 500 റേഞ്ച് അല്ല. ആ റേഞ്ച് എന്തായിരിക്കും ജയ്പൂർ കോട്ടൺ? വരുന്നത് 2000 താഴെ അല്ലേ? 2000 ബിലോ.
നമ്മുടെ ഹിബയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിസൈനർ പീസ് വെഡ്ഡിങ് ഐറ്റം അത്യാവശ്യം ഒരു പാർട്ടി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി, അതായത് 10,000 ആ റേഞ്ചിൽ വരുന്ന സാധനം ബഡ്ജറ്റ് റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഏകദേശം 3,000 4,000 ബിലോ ആ റേഞ്ചിലേക്ക് കൊടുക്കാൻ പറ്റും. നേരത്തെ ഞാൻ കാണിച്ച മാതിരി പാർട്ടി വെയർ ഐറ്റംസ് നമ്മുടെ അത്യാവശ്യം പാർട്ടി വെയറിൽ സ്റ്റോൺ വർക്കിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ ഇത്രയും വർക്ക് കാര്യങ്ങളൊക്കെ ഒറിജിനൽ പീസുകൾ വരുന്ന സമയത്ത് 8,000 എബോവ് വരുന്നത്. ഞങ്ങളിത് ബഡ്ജറ്റ് റേറ്റിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 2,000 3,000 റേറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ കോട്ടൺ എന്താ പറയുക, ഷിമ്മർ, അതുപോലെ ജോർജറ്റിൽ, ഷിഫോണിൽ, അതൊക്കെ ആ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ ഹിബയിലെ ആൾക്കാർ തിരഞ്ഞു വരുന്നതും ആ രീതിയിലേക്ക് ബഡ്ജറ്റ് റേറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത്. കംപ്ലൈൻറ്റ് തീർച്ചയായിട്ടും അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ, കാരണം നമ്മൾ മാറ്റി കൊടുക്കാനുള്ള ബാധ്യസ്ഥനാണ്. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴും വരെ ത്രെഡ് വർക്കിൻ്റെ മുകളിൽ കുറേ കംപ്ലൈൻറ്റ് വരാറുണ്ട്, പക്ഷേ അങ്ങനത്തെ ഞങ്ങൾ സെയിൽ ചെയ്യാറുണ്ട് സാർ. സ്റ്റോൺ പിന്നെ കുറേ വലിയ എന്താ പറയുക ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല അത്. പിന്നെ ഈ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക അത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ളതിലല്ല എന്താ പറയുക ആ രീതിയിലുള്ള വൃത്തിയുള്ള വർക്ക് ഞങ്ങൾ ചെയ്തു. തീർച്ചയായിട്ടും അതായത് കസ്റ്റമറിൻ്റെ താല്പര്യത്തിനാണ് മുൻഗണന. ഇനിയിപ്പോൾ അത് വീട്ടിൽ കൊണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു കൊണ്ടുവരാം, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. അതിൽ ബില്ലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ക്യാഷ് തിരിച്ച് അത് റീസൺ നമ്മളിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അതൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ എന്തും തയ്യാറാണ്, ഇങ്ങനെ വിഷയമുള്ള കാര്യമല്ല. തീർച്ചയായും വേണമല്ലോ നമ്മൾ സാധനം വാങ്ങിച്ചു കൊണ്ടത്. പക്ഷെ അവരോട് പറഞ്ഞു നോക്കാം അതിന് ബദൽ സാധനം എടുത്തുകൂടെ ഇനി അഥവാ തീരെ നിവൃത്തിയില്ല ഞങ്ങൾ ക്യാഷ് തിരിച്ചു കൊടുക്കും. അല്ല ചില കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ട് സാധനം ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ കാശ് കഴിഞ്ഞില്ല, അപ്പോൾ എന്തെങ്കിലും അഡ്വാൻസ് തന്നാലും മാറ്റി വെക്കും, അവരുടെ ഫോൺ നമ്പർ വാങ്ങിക്കും, എന്നിട്ട് വിളിച്ച് അവർ പറയുന്ന സമയത്ത് എത്തിച്ചു കൊടുക്കും. ഞങ്ങൾ സൈറ്റിൽ എത്തിച്ചു കൊടുക്കും സാധനം. തീർച്ചയായിട്ടും നമ്മുടെ അവർ ഇഷ്ടപ്പെട്ട സാധനം അഡ്വാൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ എവിടെയാണ് സ്ഥലം, ചില കോഴിക്കോട് സിറ്റി പരിധിയിലുള്ളിലാണെങ്കിൽ എത്തിച്ചു കൊടുക്കും. ഒരു ഫംഗ്ഷൻ മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പം ഈ ഡിസൈൻ വേറെ കാണും പാർട്ടി വെയർ. അതെ. അപ്പോൾ ഈ വെഡിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം ഇന്ത്യയിൽ ഏത് ഒരു മോഡൽ ഇവർ ഞങ്ങൾക്ക് മോഡലുകൾ തന്നു കഴിഞ്ഞാൽ ഏകദേശം ആ മോഡൽ തന്നെ ആ മോഡൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അത്രയും ബഡ്ജറ്റിൽ വേണം. അതേ മോഡലിൽ ബഡ്ജറ്റ് കുറച്ച് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതെ, അതിൻ്റെ വർക്കിൻ്റെ പിന്നെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ എത്ര കുറവുണ്ടെന്ന് കസ്റ്റമറെ പറഞ്ഞ് ബോധ്യമാക്കിയതിന് ശേഷം ഞങ്ങൾ ഓർഡർ എടുക്കാറുള്ളൂ. ഒരു 30,000 വേണ്ട വർക്കുള്ളത് വർക്കുള്ള ആ സാധനം ഒരു 10,000 12,000 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ എന്തൊക്കെയാണോ കുറവുള്ള കസ്റ്റമർ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം ചെയ്യുള്ളൂ. അതായത് സ്റ്റോൺ തന്നെ 3-4 ഐറ്റം ഉണ്ടല്ലോ, അത് നോക്കിയിട്ട് സ്റ്റോണിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ചെയ്യുള്ളൂ. പിന്നെ കസ്റ്റമർ ഫീഡ്ബാക്കിന് നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഏതൊരു കസ്റ്റമർ ഞങ്ങൾ കംപ്ലീറ്റ് അഡ്രസ്സോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഒന്നാമത് ഈ വർഷം കൂടുമ്പോൾ ഷോപ്പ് ഒന്ന് ഫിൽട്ടർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഈ കസ്റ്റമറെ കംപ്ലീറ്റ് ഡിസ്കൗണ്ട് സെയിൽ വെച്ചിട്ട് അവിടെ ലാഭമെല്ലാം നോക്കുക, ഫിൽട്ടർ ചെയ്തൊരു സാധനം കംപ്ലീറ്റ് ഡിസ്കൗണ്ട് സെയിൽ ഇട്ട് ഒഴിവാക്കുമ്പോൾ ഈ കസ്റ്റമറെ കംപ്ലീറ്റ് ഫോൺ ചെയ്ത് പറയും. അത് അവർക്ക് ആ മുൻഗണന ആദ്യം കൊടുക്കും. ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതിപ്പോൾ കസ്റ്റമർ അറിയിച്ചും കൊണ്ട് വർഷം കൂടുമ്പോൾ അത് ഫിൽട്ടർ ചെയ്ത് കൊടുക്കുക. പറയും. അതുകൊണ്ട് എന്നുള്ള ഗുണം എന്ന് വെച്ചാൽ എപ്പോഴും ഷോപ്പിൽ ഫ്രഷ് ആയിട്ടുള്ള സാധനം ഉണ്ടാവും. ഡിസ്കൗണ്ട് സെയിൽ ഇനിയിപ്പോൾ അടുത്ത മാർച്ചിൽ വരുന്നത്, നെക്സ്റ്റ് മാർച്ച്. ഡേറ്റ് ഏകദേശം ഒരു എന്താ പറയുക ടൈം നോക്കിയിട്ടാണ് ചെയ്യാം. മാർച്ചിൽ ചില സമയത്ത് മാർച്ചാണ് കൂടുതൽ നമ്മൾ ചെയ്യാറ്. ചിലപ്പോൾ ചില സാഹചര്യം നോക്കി ചില മാസങ്ങൾ അങ്ങോട്ട് മാറാൻ ചാൻസ്. അതെ, പുതിയ സാധനം. ഡിസ്കൗണ്ട് നമ്മുടെ മാക്സിമം എന്താ പറയുക നെറ്റ് റേറ്റാണ് വരുന്നത്. എന്നാലും കസ്റ്റമർ ആവശ്യപ്പെടുന്നതനുസരിച്ച് അത്യാവശ്യം ഒരു മോശമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യാറുണ്ട്. അതിന് എന്തായാലും ഡിസ്കൗണ്ട് എന്തായാലും ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ ചില കസ്റ്റമർ ചോദിക്കുന്ന സമയത്ത് എന്തായാലും ചെയ്തു കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും ഒരു 1,000-1,500 ആ റേഞ്ചിൽ നമ്മൾ കുറച്ച് കൊടുക്കും. മനസ്സിലാവും. ഒരു വ്യത്യാസം ക്വാളിറ്റി ആ സാധനം കണ്ടിട്ടില്ല ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ പാർട്ടിനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതെ. ഒരു വർഷം കൂടെ ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നത് ക്ലോസ് കംപ്ലീറ്റ് സാധനം വിറ്റ് തീർക്കും. ആ സമയത്ത് വെഡിങ് ആവശ്യങ്ങൾക്ക് വാങ്ങിയാൽ ചെറിയ എമൗണ്ട്. അതെ.
ഇപ്പോൾ ഒരു ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഒരു 5-6 ഐറ്റംസ് എടുക്കുന്നവർക്ക് എങ്ങനെയാണ് ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏകദേശം ഒരു 5 to 10% ഞങ്ങൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എത്ര എമൗണ്ട് ആണെങ്കിൽ. ഒരു കല്യാണ പാർട്ടീൻ്റെ ഇതാണെങ്കിൽ അതാണല്ലോ 5 to 10 ഞാൻ പറഞ്ഞത്. അത് എത്ര ക്വാണ്ടിറ്റിയാണ് എത്ര അനുസരിച്ച് ഞാൻ കൊടുക്കും. കസ്റ്റമറെ പുഷ്പിക്കാത്ത രീതിയിലൊക്കെ കൈകാര്യം ചെയ്യും. ഈ ഭാഷ നല്ലൊരു ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഉഷാറായിട്ട് വരണം. താങ്ക് യു സോ മച്ച്. എപ്പോഴും ചുരുങ്ങിയ 8,000 above വരുന്നതാണ്. 8,000 above. പക്ഷേ ഞങ്ങളെ ബഡ്ജറ്റ് റേറ്റ് 3 സംതിങ് നേരെ പകുതി റേറ്റിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 50%. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിത് അതേ വർക്ക് ഇത് ഡിസൈൻ വെച്ചുകൊണ്ട് സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തത്. ബഡ്ജറ്റ് റേറ്റ് ആണ് ഞങ്ങൾ. ഒരു 10,000 എമൗണ്ട് വരുന്നതാണെങ്കിൽ ഒരു 10,000 നേരെ മറിച്ച് നേരെ 4,000 റേഞ്ചിൽ കൊടുക്കാം. അത് കോപ്പി പീസ് ചെയ്യുന്നതാണ്. അതായത് നല്ല ഡിസൈൻ നോക്കിയിട്ട് ഞമ്മളായിട്ടുള്ള ഐഡിയകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊടുക്കുന്നത്. ഇതിൽ തന്നെ സംതിങ് നമ്മുടെ വില കൊടുക്കുന്ന വേറെ വെറൈറ്റി ഷോൾ വർക്കും കാര്യം. ഇതിന്റെ മോഡൽ ഇത് ബഡ്ജറ്റ് റേറ്റ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വലിയ ബഡ്ജറ്റിലേക്ക് പോകാൻ പറ്റാത്ത രീതി. എമൗണ്ട് എത്ര? 2 something. ഹിബ കളക്ഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതട്ടെ. നിങ്ങൾ ഇവിടെ വന്ന് ഒരിക്കലെങ്കിലും പർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ പർച്ചേസ് അനുഭവങ്ങൾ ഞങ്ങളുടെ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇറ്റ്സ് മീ ബാക്ക് ഓഫ് യൂട്യൂബ് ചാനൽ സൈനിങ് ഓഫ്.